Hello all, welcome to KAS Mentor. So, ഞങ്ങളുടെ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ യൂട്യൂബ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു, നമ്മളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, ആരും മിസ് ചെയ്യരുത്. ഇപ്പൊ തന്നെ റൈറ്റ് ടൈം ആണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ. നമ്മുടെ ഈ ഒരു യൂട്യൂബ് സീരീസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളിലേക്ക് റൈറ്റ് കണ്ടന്റ് റൈറ്റ് ടൈം റൈറ്റ് വേയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ടറി ഓവർവ്യൂയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ്. നമ്മുടെ ഇൻട്രൊഡക്ടറി ഓവർവ്യൂവിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്. സോ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ് ടോപ്പിക് നമ്മൾ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബിക്കോസ് നമുക്കറിയാം കോപ്പറേഷൻ ആണ് ഈ ഒരു എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഫ്രീ വെബിനാറിൽ അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും, അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കീ പില്ലറാണ്, ഒരു ചീഫ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ തന്നെയാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന സിലബസിൽ. ആൻഡ് ഓൾസോ നമ്മൾ കോപ്പറേറ്റീവ് എക്സാംസിന്റെ റീസെന്റ് ട്രെൻഡ് സയന്റിഫിക്കലി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങിന്റെ ഹയർ വെയിറ്റേജ് കൂടി വരുന്നുണ്ട് ഓവർ ദ ഇയേഴ്സ്. സോ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് വൈ വി ഹാവ് ടേക്കൻ അക്കൗണ്ടിങ് ആസ് അവർ പ്രീമിയർ കോൺസെപ്റ്റ് ഇൻ ദിസ് സീരീസ്. സോ ആൻറ്റിസിപ്പേറ്റഡ് കീ മോഡ്യൂൾ ഇൻ ദി എക്സാം. അപ്പോൾ അതിൽ സബ് ടോപ്പിക്സ് ഏതാണെന്ന് പറയാനാണെങ്കിൽ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ എല്ലാ പാർട്സും വരുന്നതായിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, എല്ലാ കോൺസെപ്റ്റ്സും ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ഇസ് വൈ അക്കൗണ്ടിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1966 അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഇസ്, it is defined as the process of identifying, measuring and communicating economic information to permit informed judgments and decisions by users of information. So ഇത് നമ്മൾ ഒന്ന് സബ്ഡിവൈഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകാനാണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്കിത് പറയാൻ പറ്റുക? ദാറ്റ് ഇസ്, അക്കൗണ്ടിങ് ഒന്നുമല്ല, എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്, അല്ലേ? ഇപ്പോൾ കമ്പനീസ് ആണെങ്കിലും സോൾ പ്രൊപ്രൈറ്റേഴ്സ് ആണെങ്കിലും ഏതൊരു ചെറിയൊരു മൈക്രോ യൂണിറ്റ്, ഒരു ബിസിനസ് യൂണിറ്റ് എടുത്താലും, ഏതൊരു സ്റ്റാർട്ടപ്പ് എടുത്താലും, നമുക്കിപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു കറൻ്റ്ലി നമ്മുടെ സ്റ്റാർട്ടപ്സിൻ്റെ ഒരു റെവല്യൂഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൺട്രിയിലാണെങ്കിലും ആസ് വെൽ ആസ് ഗ്ലോബലി വി ആർ വിറ്റ്നസിങ് ദാറ്റ് കൈൻഡ് ഓഫ് റെവല്യൂഷൻ. സോ ഏതൊരു ബിസിനസ് യൂണിറ്റിനോ ഏതൊരു ബിസിനസ് വെഞ്ചറിനോ ആവശ്യമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ഇറ്റ്സ് യൂസേഴ്സ് ആണ് അക്കൗണ്ടിങ് എന്ന് നമുക്ക് ഇൻഫോർമലി പറയാൻ പറ്റുന്നത്, റൈറ്റ്? സോ ഫോർ ദാറ്റ് നമുക്ക് ഏതൊരു റാൻഡം പീസ് ഓഫ് ഇൻഫർമേഷനും നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. What will constitute accounting information? It will constitute such and such of economic information, financial information, which can be expressed in money terms. അതായിരിക്കും നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷനിലൂടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, റൈറ്റ്? സോ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ഫോർ ദി യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ആരാണ് ഈ യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ? ഇറ്റ് ക്യാൻ ബി ദ ജനറൽ പബ്ലിക് ആവാം, നമ്മളെ പോലുള്ള സൊസൈറ്റിയിലെ ആൾക്കാരാവാം, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവാം, ആ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് ആവാം. അങ്ങനത്തെ ഒരു കോമ്പണൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിനായിരിക്കും നമ്മൾ യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇറ്റ് ക്യാൻ ബി ഇന്റേണൽ ഓർ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ, റൈറ്റ്? അപ്പോൾ ഓർ ഫോർ എക്സാമ്പിൾ ഓൺ അനദർ ലെവൽ ഗവൺമെന്റിനും ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്ത് നമ്മുടെ പോളിസി മേക്കിങ്ങിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ചീഫ് ഒരു മോട്ടീവ് അല്ലെങ്കിൽ ഒരു പേർപ്പസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഇസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, റൈറ്റ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ മോട്ടീവ്സ് ആണ് ഇൻ ഓർഡർ ടു ഫോർ അക്കൗണ്ടൻസ് ടു അനലൈസ് as well as present the information to users. അതിൽ 4 ചീഫ് മോട്ടീവ്സ് ആണ് പറയുന്നത്, റൈറ്റ്? അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ നമുക്കൊരു ബിസിനസ് വെഞ്ചർ, നമ്മൾ ഒരു സോൾ പ്രൊപ്രൈറ്റർ ആണ്, we are starting a business or a company, or we are getting a company incorporated. നമുക്ക് ഒരു ഫോർമൽ ആയിട്ടുള്ളൊരു അനാലിസിസ് ഓഫ് അവർ ഫണ്ട് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്, അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ റാൻഡം ആയിട്ടുള്ളൊരു മെസ്സി സിറ്റുവേഷൻ ആയിപ്പോൾ. ഒരു ഫിനാൻഷ്യലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു മെസ്സി സിറ്റുവേഷനിലായിരിക്കും പോകുന്നത്. അപ്പം നമുക്കൊരു സ്ട്രിക്റ്റ്, കൊഹീറൻറ്റ്, ഡിസിപ്ലിൻഡ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ സ്ട്രക്ചർ വേണം. ബി ഇറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് അല്ലെങ്കിൽ ഏതൊരു ഡേറ്റാ സെറ്റ്സ് ആണെങ്കിലും നമുക്ക് ആ ഒരു കൊഹീറൻറ്റ് ആയിട്ടുള്ളൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഡേറ്റാ സെറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസ്, എന്തൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, എന്തൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മുടെ ബിസിനസ് വെഞ്ചറിൽ സ്റ്റാർട്ട് ആയാലും വി ഹാവ് ടു record it and we have to maintain that record properly.
അതിപ്പം ഫ്യൂച്ചറിലത്തേക്ക് ഓഡിറ്റിങ്ങിനാവാം, വെരിഫിക്കേഷനാവാം, എന്തെങ്കിലും ടാക്സ് പർപ്പസസിനാവാം, and also even to contribute to users of information, even stock markets, we can make use of this kind of information. So that is the first objective of accounting, maintenance of records of business transactions. Next is calculation of profit and loss. പ്രോഫിറ്റ് ആൻഡ് ലോസ് അസർട്ടൈൻ ചെയ്യാൻ, ഒരു ബിസിനസ് വെഞ്ചർ ലാഭത്തിലാണോ അല്ലെങ്കിൽ നഷ്ടത്തിലാണോ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ സെക്കൻഡ് മോട്ടീവ് വരുന്നത്, അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് വരുന്നത്, ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് that is accrued to the business during that particular point in time or during that period of time. So that is the second objective. ഇനി നമുക്ക് തേർഡ് ഒബ്ജക്റ്റീവിലേക്ക് പോവാം, depiction of financial position. ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പം എന്താണ് ഫൈനാൻഷ്യൽ പൊസിഷൻ? അതിൻ്റെ ഒരു അസറ്റ് ലയബിലിറ്റി, ഒരു പ്രൊഫൈൽ ആവാം. അസറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് എന്തൊക്കെ പ്ലാന്റ് ആൻഡ് മെഷീനറി, എക്യുപ്മെന്റ്, ബിൽഡിങ്സ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അസറ്റ് സൈഡിലും, ബാധ്യതകൾ ലയബിലിറ്റീസ് എല്ലാം എന്തൊക്കെ ക്രെഡിറ്റ്സ് ഉണ്ടോ, എന്തൊക്കെ നമുക്ക് ലോൺസ്, ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ഉണ്ടോ, എല്ലാം എവറിഥിങ് വിൽ ബി ക്യാരി ഫോർവേഡ് ടു ദ next years, okay, to the subsequent years. And to understand the financial health of the company, we need the basic accounting done. അതാണ് ഡെപിക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ നമുക്കൊരു സ്കൊളാസ്റ്റിക് റിപ്പോർട്ട് ഉണ്ട്, ലൈക്ക് ഒരു അക്കാഡമിക് റിപ്പോർട്ട് കിട്ടും, റൈറ്റ്, റിഗാർഡിംഗ് ദ മാർക്സ് ആൻഡ് എവറിഥിങ്. അതുപോലെ തന്നെ നമ്മളിതൊരു എന്താ പറയുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരു റിപ്പോർട്ട് കാർഡായിട്ട് കാണാം. അതൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് കാർഡ്, ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദാറ്റ് കമ്പനിയാണത് കാണിക്കുന്നത്. അപ്പം അതാണ് ഇതിലൂടെ പറയുന്നത്, ഡെപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ദാറ്റ് ഇസ് ദ തേർഡ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്. സോ ദ ഫോർത്ത് വൺ ദാറ്റ് ദേ ഹാവ് ഗിവൻ ഇസ് പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. അത് നമ്മുടെ ഡെഫിനിഷനിൽ കണ്ടൊരു കോൺസെപ്റ്റ് ആണ്, റൈറ്റ്, ബി ഇറ്റ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ യൂസേഴ്സ്. സോ ദി എൻഡ് ഔട്ട്പുട്ട് should go to whom? Should go to the people who are going to use the information. നമ്മളാണത് യൂസ് ചെയ്യുന്നത്, എൻഡ് യൂസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബീറ്റ് ഇപ്പം നമുക്കൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വളരെ യൂസ്ഫുൾ ആണ്, റൈറ്റ്. അപ്പം ഇതാണ് നമ്മുടെ 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആയിട്ട് പറയുന്നത്. നമ്മളുടെ ഈ ഒരു മോഡ്യൂളിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, ദ ഫോക്കസ് ടോപ്പിക് വുഡ് ബി ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കോൺസെപ്റ്റ്സ്. എന്താണ് ഈ ഒരു അക്കൗണ്ടിങ്ങിന്റെ ബേസിസ് ആയിട്ട് പോകുന്നത് എന്നുള്ളൊരു ബേസ് ആയിട്ട് ഒരു ഫൗണ്ടേഷൻ ആണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിലൂടെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ നൗ, ആസ് ഓഫ് നൗ, വി സോ അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ റോൾ എന്താണ് ഈ ഒരു എക്സാമിന്, ഈ ഒരു ടെസ്റ്റിന്റെ വെയിറ്റേജ് എങ്ങനെയാണ് വരുന്നത്, ഹയർ വെയിറ്റേജ് ആണ് നമ്മൾ ഓവർ ദി ഇയേഴ്സ് കാണുന്നത്. അപ്പോൾ ആ ഒരു ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്തിലൂടെ തന്നെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഓൾ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ക്വയറീസോ കമൻസോ ആണെങ്കിൽ പ്ലീസ് പുട്ട് ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. നമ്മൾ എത്രയും വേഗം റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വിൽ ഗോ ഓൺ ടു ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കോൺസെപ്റ്റ്സ്, റൈറ്റ്. സോ എന്താണ് റൂൾസ് ആൻഡ് അസംഷൻസ്? ഇപ്പോൾ ഒരു കമ്പനി എ ഉണ്ട്, ഒരു കമ്പനി ബി ഉണ്ട്, റൈറ്റ്. സോ കമ്പനി എ ഒരു സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുവാണ്. കമ്പനി ബി ഒരു എക്സ്ട്രീംലി ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഫോളോ ചെയ്തിട്ടാണ് അവരുടെ ബുക്സ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇത് ഒരു ജനറൽ പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ, ഒരു യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിലേക്ക് എത്തുമ്പോൾ ഒട്ടും കമ്പയറബിളും കൺസിസ്റ്റൻറ്റും ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? The books should be recorded or the account should be recorded in such a way that there should be uniformity. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിൽ യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, റൈറ്റ്. സോ ദാറ്റ് ഈസ് വൈ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കോൺസെപ്റ്റ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബിഫോർ വി മൂവ് ഓൺ ടു ദ കോർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, റൈറ്റ്. സോ it's nothing but rules and assumptions that assist in preparation of financial statements and provides a uniform basis for accounting process. അതായത് ഒരു യൂണിഫോമിറ്റി, ആ ഒരു ഫൗണ്ടേഷൻ, ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഒരു ബേസിസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അക്കൗണ്ടിങ് അസംഷൻസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇറ്റ് കംസ് അണ്ടർ ദ പെർവ്യൂ ഓഫ് GAAP. GAAP എന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് when we start with the fundamentals of financial accounting. ഒന്നുമല്ല, GAAP എന്താണെന്ന് വെച്ചാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് GAAP എന്ന് പറയുന്നത്. സോ GAAPയുടെ പെർവ്യൂവിലാണ് ബാക്കി എല്ലാ അസംഷൻസും കോൺസെപ്റ്റ്സും പിന്നെ പറഞ്ഞ പോലെ പ്രിൻസിപ്പിൾസും എല്ലാം വരുന്നത്. സോ ഇറ്റ്സ് അണ്ടർ ദി അംബ്രല്ല ഓഫ് GAAP we get the principles
conventions as well as other assumptions. അപ്പം അതൊരു umbrella term ആയിട്ട് ഒരു ഓവർ ആർച്ചിങ് ടേം ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്, റൈറ്റ്? സോ ദാറ്റ് സ്റ്റാൻഡേർഡ്, അതൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും ബുക്സ് കീപ്പ് ചെയ്യുന്നത്. ഗോ വിത്ത് ദ ബുക്ക് കീപ്പിംഗ് ആസ് വെൽ ആസ് പ്രിപ്പറേഷൻ ഓഫ് ദ consolidated financial statements. So this is just a introductory part of what constitutes assumptions or what constitutes accounting concepts in general. And GAAP എന്നുള്ള ടേം ഓർത്ത് വെക്കുക, ബിക്കോസ് അത് എക്സാമിന് കാണുന്ന ഒരു കീ വേർഡ്സിലും കൂടി ഒന്നാണ് നമ്മുടെ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. സോ പ്ലീസ് ടേക്ക് നോട്ട് ഓഫ് ദിസ് ടേം ആസ് വെൽ ആസ് പ്ലീസ് ബി അവെയർ ഓഫ് ദിസ് ടേം. ഓക്കെ, ഇറ്റ്സ് എ സ്കോറിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും കൂടിയാണ് GAAPയുടെ പെർവ്യൂവിൽ വരുന്നത്. ഓക്കെ, സോ നമ്മുടെ അജണ്ട ഓഫ് ദ ഡേ ഇസ് we are getting into the accounting concepts part. അതിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ് ദ ഫസ്റ്റ് വൺ. സോ നമ്മൾ പറഞ്ഞു ഫൗണ്ടേഷൻ ആയിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഔട്ട് ഓഫ് ദ ഫോർ, ദ ഫസ്റ്റ് വൺ ആണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് നമ്മൾ ബിസിനസ്സിനെ ഒരു ലിവിങ് എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ്? ബിസിനസ്സിനെ ലിവിങ് എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. നമുക്കറിയാം അതൊരു ഇനാനിമേറ്റ് ഒരു വെഞ്ചർ ആയിരിക്കും, അതിന് ലൈഫ് ഇല്ല. ബട്ട് ആസ് പെർ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആൻഡ് കോൺസെപ്റ്റ്സ് നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? ബിസിനസ് എൻറ്റിറ്റീനെ ഒരു ലിവിങ് എൻറ്റിറ്റി ആയിട്ടും ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് യുണീക്ക് സെപ്പറേറ്റ് എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ദി ഓണർ ആയിട്ടുമാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ആം സ്റ്റാർട്ടിങ് എ ബിസിനസ് വെഞ്ചർ ടുമോറോ, ഐ വിൽ ഹാവ് ടു ഗെറ്റ് മൈ കമ്പനി ഇൻകോർപ്പറേറ്റഡ്. അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും, രജിസ്ട്രേഷൻ, എവറിത്തിങ് ഐ വിൽ ഹാവ് ടു ഡു, റൈറ്റ്? അത് ചെയ്ത് കഴിയുമ്പോൾ ആ ബിസിനസ്സിൽ വരുന്ന ഇൻകം എൻ്റെ പേഴ്സണൽ ഇൻകം അല്ല, ദാറ്റ് ബിലോങ്സ് ടു ദ ബിസിനസ്. സോ എൻ്റെ ഇൻകമും എക്സ്പെൻഡിച്ചേഴ്സും എൻ്റെ ഡൊമസ്റ്റിക് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഒന്നും എനിക്ക് ബിസിനസ്സുമായിട്ട് മിക്സ് ചെയ്യാനോ കമ്പൈൻ ചെയ്യാനോ പാടില്ല. ദാറ്റ് ഈസ് ഹൈലി unethical and against the basic fundamental accounting concept of business entity, right? So ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്ന വെച്ചാൽ, സോ ഒന്നുമില്ല, വി ആർ ജസ്റ്റ് വ്യൂയിങ് ഇതിനകത്തുനിന്ന് പറയാൻ ഒരു ഇൻഡിക്കേഷൻ തരാനായിട്ടാണെങ്കിൽ, വി ആർ ജസ്റ്റ് വ്യൂയിങ് ബിസിനസ് ആൻഡ് ദി അക്കൗണ്ട്സ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ, ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് വെഞ്ചർ ഓർ ദാറ്റ് ഫേം, നോട്ട് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി ബിസിനസ് ഓണർ. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? സോ ഇവിടെ പറയുന്ന പോലെ തന്നെ ദിസ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ബിസിനസ് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി. സോ ദിസ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് it has a distinct and separate entity from its owners. And it means that for the purposes of accounting, business and its owners are to be treated as two separate entities. രണ്ട് യുണീക്ക് ആയിട്ടുള്ള സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ബിസിനസ് ഓണറിനെയും ബിസിനസ്സിനെയും വ്യൂ ചെയ്യുന്നത്, റൈറ്റ്? ആൻഡ് ഓൾസോ വി ഹവ് ഗിവൺ എൻ എക്സാമ്പിൾ ഹിയർ, ക്യാപിറ്റൽ ലയബിലിറ്റി ഓഫ് ദ ബിസിനസ്. ക്യാപിറ്റൽ ലയബിലിറ്റി ഓഫ് ദ ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ബിസിനസ് എൻറ്റിറ്റിയിൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, റൈറ്റ്? ഇറ്റ് മീൻസ് ദാറ്റ് ഇപ്പോൾ ഇഫ് ഐ ആം പുട്ടിങ് 1 crore capital or seed money into my newly incorporated company, before incorporated ഞാനൊരു 1 കോടി അല്ലെങ്കിൽ 1 crore എൻ്റെ ക്യാപിറ്റലായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുവാണ്, ബിക്കോസ് ഐ എം ദ ബിസിനസ് ഓണർ. അപ്പോൾ അത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പം അത് ബിസിനസ്സിനൊരു ബാധ്യതയാണ്. അത് ബിസിനസ് എനിക്ക് തിരിച്ച് തരേണ്ട, അല്ലെങ്കിൽ കമ്പനി എനിക്ക് തിരിച്ചു തരേണ്ട ഒരു ബാധ്യതയായിട്ടാണ് എന്ത് വരുന്നത്? എൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ എൻ്റെ മുതൽ മുടക്ക് വരുന്നത്. അപ്പം എൻ്റെ മുതൽ മുടക്ക് ബിസിനസ്സിനൊരു ഇൻകം അല്ല, അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു ഇൻകം ആകുന്നില്ല, അത് കമ്പനിക്കൊരു ലയബിലിറ്റിയാണ്. സോ മൈ ക്യാപിറ്റൽ ഓർ ദ ഓണേഴ്സ് ക്യാപിറ്റൽ ഇസ് ദ ലയബിലിറ്റി ഓഫ് ദ ബിസിനസ്, റൈറ്റ്? അതാണ് ഇൻ സിമ്പിൾ ടേംസ് അത് തന്നെയാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ വിൽ മൂവ് ഓൺ ടു ദ സെക്കൻഡ് വൺ, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. അപ്പം നമ്മുടെ 4 ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കോൺസെപ്റ്റ്സിൽ രണ്ടാമത് വരുന്ന കോൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനിൽ വി സ്റ്റാർട്ടഡ് വിത്ത് ദ ഫാക്ട് ദാറ്റ് എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ ഇവൻറ്റ്സും ദാറ്റ് കംസ് within the purview of a company, we will not record it in the books of accounts, or we will not show it in the financial statements. പിന്നെ എങ്ങനത്തെ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ആയിരിക്കും നമ്മൾ ഷോ ചെയ്യുന്നത്? മോണിറ്ററി മണി ടേംസിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസാക്ഷൻസ് ആയിരിക്കും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൊടുക്കുക.
സോ അതാണ് ഇൻ സിമ്പിൾ ടേംസ് അതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പറയുന്നത്. ഓൺലി ഇൻക്ലൂഡ് ദോസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് ക്യാൻ ബി റെക്കോർഡഡ് ഇൻ മോണിറ്ററി ടേംസ്, റൈറ്റ്? അപ്പം മണി ടേംസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നോൺ മോണിറ്ററി ടേംസിൽ വരുന്ന ആക്ടിവിറ്റീസ് ഒന്നും വി വിൽ നോട്ട് ബി ഇൻക്ലൂഡിങ്, ബട്ട് ഓൺലി those transactions and happenings in an organization which can be expressed in terms of money such as sale of goods or payment of expenses or receipt of income are to be recorded in the book of accounts. So money measurement കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മോണിറ്ററി ടേംസിൽ നമുക്ക് മണി ടേംസിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പ്രസന്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനോ എൻറ്റർ ചെയ്യാനോ പാടുള്ളൂ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഇതെല്ലാം ഇതിൻ്റെ ഒരു സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. ഇതെല്ലാം ഫണ്ടമെന്റൽ ടോപ്പിക്സ് ആണ്, റൈറ്റ്? ഓക്കെ, സോ ഇതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനൊരു എക്സാമ്പിൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യാനാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിയിൽ, ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കാണും, അല്ലേ? ദർ വിൽ ബി ഒരു മാനേജ്മെന്റ് കാണും, ഒരു ഹൈറാർക്കി കാണും, മാനേജേഴ്സ് കാണും. അപ്പോൾ ആ ഒരു മാനേജറിയൽ ലെവലിൽ എന്തെങ്കിലും ചേഞ്ചസോ, എന്തെങ്കിലും പോളിസി ചേഞ്ചസോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചോ, എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസോ വന്നാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് റിഫ്ലക്ട് ചെയ്യില്ല. ബിക്കോസ് വൈ? ഇറ്റ് ഇസ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ മോണിറ്ററി ടേംസ് അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, റൈറ്റ്? ഫോർ എക്സാമ്പിൾ, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ഒരു റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുവാണ്, ഒരു 10 കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽസ് ഞാൻ പർച്ചേസ് ചെയ്തു എൻ്റെ കമ്പനിയിലെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ യൂണിറ്റിന് വേണ്ടിയിട്ട്. വി ആർ പർച്ചേസിങ് ദാറ്റ് വിൽ ബി റെക്കോർഡഡ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് 10 kg വർത്ത് ഓഫ് ഒരു 10 lakhൻ്റെ ഒരു റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി doubly entered in our books because it can be expressed in monetary terms. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്, റൈറ്റ്? അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കൊടുക്കുകയാണ്. എങ്ങനെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രസൻറ്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നൊക്കെ ഉള്ളതിനൊരു ഗൈഡിങ് ലൈറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. പക്ഷേ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ ആണ് ഇതിൻ്റെ ലിമിറ്റേഷൻ, റൈറ്റ്? ഇൻഫ്ലേഷൻ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞ ഒന്നുമല്ല. കാരണം നമ്മളിപ്പോൾ 1990 അല്ലെങ്കിൽ ഒരു 30-40 ഇയേഴ്സ് ബാക്ക് നമ്മളൊരു 1000 rupees എടുത്ത് അതിൻ്റെ സെയിം വാല്യൂ തന്നെ ആയിരിക്കും 2023 അല്ലെങ്കിൽ 2024 ഒരിക്കലും അല്ല, റൈറ്റ്? ദർ ഹാസ് ബിൻ ജനറൽ റൈസ് ഇൻ ദ ലെവൽ ഓഫ് പ്രൈസസ്. ഇപ്പം പ്രൈസസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് പറ്റിയിട്ടുണ്ട്? റിയൽ വാല്യൂ ഓഫ് മണി അല്ലെങ്കിൽ പർച്ചേസിങ് പവർ ഓഫ് 1 രൂപ അല്ലെങ്കിൽ 1000 രൂപ കുറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പം ഇൻഫ്ലേഷൻ കാരണം മണിയുടെ റിയൽ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. കുറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മളൊരു 1990 ഡേറ്റ സെറ്റും 2023 ഡേറ്റ സെറ്റും കുറച്ച് കമ്പയറബിൾ അല്ല, ഹോമോജനസ് അല്ല, അല്ലെങ്കിൽ യൂണിഫോം അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതാണ് ഈ മണി മെഷർമെൻറ്റിൻ്റെ ഒരു ചെറിയ ലിമിറ്റേഷൻ. ഇഫ് യു ആർ അഡ്ജസ്റ്റിംഗ് വിത്ത് ദ ഇൻഫ്ലേഷൻ റേറ്റ്സ് ആൻഡ് എവറിത്തിങ് ഇസ് വെൽ ആൻഡ് ഗുഡ്, ബട്ട് ദ ബേസിക് ലിമിറ്റേഷൻ ഇസ് ദാറ്റ് നമുക്കിപ്പോൾ ഒരു 2 ഡേറ്റ സെറ്റ്സ് കമ്പയർ ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ 40 ഇയേഴ്സ് ബാക്കും ഇപ്പോൾ 40 ഇയേഴ്സ് ആഫ്റ്ററുമായിട്ടുള്ള 1990 വേഴ്സസ് 2023 ഡേറ്റ സെറ്റ് വിത്ത് ദാറ്റ് മോണിറ്ററി യൂണിറ്റ് നമ്മൾ ഒരിക്കലും നമുക്ക് കമ്പയറബിൾ അല്ല. അതുകൊണ്ട് വി ഹാവ് ടു make some changes or adjustments. So that is just the limitation of money measurement concept. Okay, so the third one of this entire chain is going concern concept. എല്ലാവരും കേട്ടിട്ടുണ്ടാകും going concern concept എന്താണെന്ന്. നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ are we incorporating it or are we forming it just for a month? No. Or just for a week or just for a year? No. We are stating in the memorandum, we are stating that we are assuming that it will go on indefinitely, right? And operations indefinite ആയിട്ട് അല്ലെങ്കിൽ ഒരു ലോങ്ങർ ടേം പീരിയഡിൽ പോകുന്ന ഒരു ഓപ്പറേഷൻ, ഒരു ബിസിനസ് ഓപ്പറേഷൻ എൻവിഷൻ ചെയ്തിട്ടാണ് നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് വെഞ്ചർ ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഐഡിയ തന്നെ ഫോം ചെയ്യുന്നത് അങ്ങനെയാണ്. ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ ഓൾസോ ദാറ്റ് ഇസ് ഹൗ ദ മെമ്മറാണ്ടം ആൻഡ് എവറിഥിങ് വർക്ക്സ്, റൈറ്റ്? പോസ്റ്റ് രജിസ്ട്രേഷൻ. അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൻ്റെ ഒരു ബേസിക് അസംഷൻ പറയുന്നത് എ ബിസിനസ് ഫേം വുഡ് കണ്ടിന്യൂ ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻസ് ഇൻഡെഫിനിറ്റ്ലി. നമ്മൾ ശ്രദ്ധിക്കണം, ഇൻഡെഫിനിറ്റ്ലി ആണ്, ഇൻഫിനിറ്റ്ലി അല്ല. ബിക്കോസ് ഇൻഫിനിറ്റ്ലി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് അല്ല, അല്ലേ? അപ്പോൾ നമുക്കൊരു ടൈം ഫ്രെയിം ഉണ്ട്, പക്ഷെ ഇറ്റ്സ് നോട്ട് വെരി നിയർ. ഒരു 1 വീക്കിലേക്കോ അല്ലെങ്കിൽ 1 മന്തിലേക്കോ അല്ല, പക്ഷെ ഒരു
ഒരു 10 years or 20 years ഏത് വേണോ നമുക്ക് എടുക്കാം. ഒരു ലോങ്ങർ ടൈം പീരിയഡ് അല്ലെങ്കിൽ ലോങ്ങർ ടൈം ഫ്രെയിമിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഒരു ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്, റൈറ്റ്? Be it a startup or be it a sole proprietorship or be it a partnership, everything works like that. So going concern നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? It's one of the chief principles that guides a business or that guides formation of a company, അല്ലേ? അപ്പോൾ അതൊരു വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, റൈറ്റ്? ബിക്കോസ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ഫോമിങ് എ കമ്പനി ഇറ്റ് സെൽഫ് ഇസ് വെരി ഹൈ, അല്ലേ? അപ്പോൾ ഒരു എക്സ്പെൻഡിച്ചർ ഒരു കമ്പനി ഫോം ചെയ്തെടുക്കാനുള്ള ഒരു എഫേർട്സ് തന്നെ ഭയങ്കര വലുതാണ്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഇടയിൽ വി ഹാവ് ടു അസ്യൂം ദാറ്റ് അവർ കമ്പനി ഈസ് ഗോയിങ് ടു ബി പ്രോഫിറ്റബിൾ ആൻഡ് ഓൾസോ ഇറ്റ് വിൽ റൺ സക്സസ്ഫുള്ളി ഫോർ എ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം വിത്തൗട്ട് ഗോയിങ് ഇൻ ടു ലിക്വിഡേഷൻ ഓർ ഫോർക്ലോഷർ. പെട്ടെന്നൊരു ക്ലോഷറിലേക്കോ അല്ലെങ്കിൽ ലിക്വിഡേഷനിലോ പോവാതെ അതൊരു സ്റ്റിപ്പുലേറ്റഡ് അല്ലെങ്കിൽ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ടൈം പീരിയഡിൽ സക്സസ്ഫുള്ളി റൺ ചെയ്ത് പോകണം എന്നുള്ളതാണ് ഏതൊരു ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പം ദാറ്റ് എക്സാക്ട്ലി ഈസ് വാട്ട് ദിസ് കോൺസെപ്റ്റ് സെസ്. സോ ഇൻഡെഫിനിറ്റ്ലി ആ ഒരു ടേം ആണ് ഇവിടെ ഒരു കീ ടേം ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. ദാറ്റ് ഇസ് ഫോർ എ ഫെയർലി ലോങ് പീരിയഡ് ഓഫ് ടൈം ആൻഡ് വുഡ് നോട്ട് ബി ലിക്വിഡേറ്റഡ് ഇൻ ദ ഫോർസിയബിൾ ഫ്യൂച്ചർ. സോ ദിസ് വാസ് എ തേർഡ് കോൺസെപ്റ്റ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ഡിപ്രിസിയേഷൻ ഓഫ് എൻ അസെറ്റ്. ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ തേയ്മാനം, റൈറ്റ്? ഒബ്സലീറ്റ് ആവുക, അസറ്റ്സിൻ്റെ വാല്യൂ കുറഞ്ഞു വരിക. അസറ്റ്സ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റോ അല്ലെങ്കിൽ ഷോർട്ട് ടേമിൽ നമ്മൾ വെക്കുന്ന അസറ്റോ ആണോ? അല്ല, ലോങ് ടേം ഫിക്സ്ഡ് അസറ്റ്സ്. ഫോർ എക്സാമ്പിൾ സിമ്പിൾ ടേംസ് പറയാനാണെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി. നമ്മളൊരു എക്യുപ്മെൻറ്റ് വാങ്ങിക്കുവാണ്, ലൈക്ക് ഫോർ ദ കമ്പനി ഫോർ ദ ബിസിനസ് വെഞ്ചർ ഐ എം പർച്ചേസിങ് 1 lakh worth of equipment or a machinery or piece of machinery, right? അപ്പോൾ എൻ്റെ അക്കൗണ്ടിങ് ബുക്സിൽ ഞാൻ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ യൂസ് ചെയ്യുന്ന പീരീഡിലേക്ക് നമ്മുടെ ബെനിഫിറ്റ്സ് ഡിറൈവ് ചെയ്യുന്നത് പ്രപ്പോർഷൻ ആയിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് കോൾഡ് ആസ് ഡിപ്രിസിയേഷൻ. അപ്പോൾ ഈ ഒരു ഡിപ്രിസിയേഷൻ ഓഫ് എൻ അസെറ്റ് വരുന്നത് ഏത് കോൺസെപ്റ്റിൽ നിന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ നിന്നാണ്. അതായത് ഇപ്പം ഞാനൊരു മെഷീനറി വാങ്ങിക്കുമ്പം ഞാനൊരു 10 വർഷത്തേക്ക് യൂസ് ചെയ്യാനായിരിക്കുമല്ലോ. ഐ വിൽ ബി എൻവിഷനിങ് ലൈക്ക് ദാറ്റ്, അല്ലാതെ ഒരു മാസത്തേക്ക് യൂസ് ചെയ്യാനല്ല. അപ്പോൾ നമ്മൾ ഒരു 1 lakhന്റെ വർത്ത് ഓഫ് ദാറ്റ് അസെറ്റ് 1 monthലേക്കുള്ള ബെനിഫിറ്റ്സ് നമുക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല, റൈറ്റ്? ഓഫ് ദാറ്റ് അസെറ്റ് പർച്ചേസ്ഡ് ദാറ്റ് ഇസ് വർത്ത് ഓഫ് 1 lakh വിൽ ബി യൂട്ടിലൈസ്ഡ് ഫോർ സേ 5 or 10 years. അപ്പം ഞാനത് 10 വർഷത്തേക്ക് യൂസ് ചെയ്യുവാണ്. അപ്പം അതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ ഡിറൈവ് ചെയ്യുന്നത് 10 വർഷത്തിലൂടെയാണ്, അല്ലാതെ 1 വർഷത്തിനുള്ളിലല്ല. അപ്പം എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ആ അസെറ്റ് 10 വർഷം യൂസ് ചെയ്യുമ്പം അതിൽ ലോസ് ഇൻ വാല്യൂ വരും, അല്ലേ? അപ്പം നമ്മൾ 1 lakh ആയിട്ട് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റുമോ ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ? ഒരിക്കലുമില്ല. അപ്പം ഇയർ 1 നമ്മൾ 1 lakh കാണിച്ചു, ഇയർ 2 നമ്മൾ 1 lakh കാണിക്കും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, ഇയർ 3 നമുക്ക് 1 lakh കാണിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു ദർ വിൽ ബി റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ദാറ്റ് അസെറ്റ് അത് ഉണ്ടാവും, റൈറ്റ്? അപ്പോൾ അത് നമ്മൾ ഡിപ്രിസിയേഷനിലൂടെയാണ് നമ്മളത് പ്രൊവിഷൻ കൊടുക്കുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഗോയിങ് കൺസേൺ എന്ന് വരുന്നു എന്ന് പറയുന്നത്? ബിക്കോസ് ഗോയിങ് കൺസേൺ നമ്മൾ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു പീരിയഡിലായിട്ടാണ് നമ്മുടെ കമ്പനി ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ഫിക്സ്ഡ് അസെറ്റും നമ്മളൊരു ലോങ്ങർ ടൈം ഫ്രെയിമിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ആയിട്ടാണ് ഡിപ്രിസിയേഷനും ഫിക്സ്ഡ് അസെറ്റിലെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ 1 lakhന്റെ മെഷീനറി വാങ്ങി, അല്ലേ? അപ്പോൾ ഞാൻ 1 lakhന്റെ മെഷീനറി വാങ്ങുമ്പോൾ നമ്മുടെ പോളിസി, ഡിപ്രിസിയേഷൻ പോളിസി അനുസരിച്ച് എൻ്റെ കമ്പനിയുടെ പോളിസി ഈസ് 10% ഡിപ്രിസിയേഷൻ റേറ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്ത്. ജസ്റ്റ് എൻ എക്സാമ്പിൾ, ഓക്കെ? അപ്പം 1 lakhന്റെ 10% 10,000 rupees. 10,000 rupees ഇയർ 1 നമ്മൾ ഡിപ്രിസിയേഷൻ കൊടുത്തു. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ഇയർ 1 എന്തായിരിക്കും ആ ഫിക്സ്ഡ് അസെറ്റിൻ്റെ വാല്യൂ? ഇറ്റ് വിൽ ബി 90,000 ബിക്കോസ് 10,000 നമ്മൾ ഡിപ്രിസിയേഷൻ എമൗണ്ട് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്, റൈറ്റ്? അപ്പോൾ ഞാനിപ്പോൾ 10 yearsനാണ് ആ ഒരു പ്രൊവിഷൻ കൊടുക്കാൻ ഡിസയർ ചെയ്യുന്നത്, വിച്ച് മീൻസ് ദാറ്റ് ബൈ ദി എൻഡ് ഓഫ് ദ 10th year എന്തായിരിക്കും ആ അസെറ്റിൻ്റെ വാല്യൂ? 0. കാരണം 10,000 വെച്ച് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുവാണ്, റൈറ്റ്? അപ്പോൾ ഇയർ 1 10,000, സോ ബൈ ദ 10th year the whole 1 lakh would get exhausted by that time. So the value of the asset will be 0 by the end of the 10th year. In case നമ്മൾ എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ഒരു യൂസ്ഫുൾ ആപ്ലിക്കേഷനും കൂടെ പറയാം. ബൈ ദി എൻഡ് ഓഫ് 9th year if you want to sell off the asset, അപ്പോൾ 9th year എൻഡിൽ നമുക്ക് അസെറ്റ് സെൽ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് എക്യുപ്മെൻറ്റ് ഓർ മെഷീനറി നമുക്ക് സെൽ ഓഫ് ചെയ്യണം എന്നാണ് നമുക്ക് നമ്മുടെ ഒരു എക്കണോമിക് ഡിസിഷൻ ആ ഒരു ടൈമിൽ വരേണ്ടതെങ്കിൽ നമ്മുടെ അസെറ്റ് വാല്യൂ വിൽ ബി വാട്ട്?
1 lakh minus 90,000. 10,000 ആണ് നമ്മുടെ 9th ഇയറിൽ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പം ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൻ്റെ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, സിമ്പിൾ ടേംസിൽ 1 ലാക്കിൻ്റെ ഒരു എക്യുപ്മെൻറ്റ് വാങ്ങുന്നു, നമ്മൾ 10% ഡിപ്രിസിയേഷൻ റേറ്റ് വെക്കുന്നു. അപ്പോൾ പെർ ഇയർ 10,000 ഡിപ്രിസിയേഷൻ ചാർജായിട്ട് മാറുന്നു, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. 10 ഇയേഴ്സിലത്തേക്ക് നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ 10th ഇയർ ആകുമ്പോഴത്തേക്കും ദ വാല്യൂ ഓഫ് ദി അസെറ്റ് ബിക്കംസ് 0. നമ്മൾ അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് വിടുന്നു എന്നുള്ളതാണ്. റൈറ്റ് ഓഫ് ചെയ്ത് മാറ്റി വെക്കുന്നു. ആ ഒരു അസറ്റിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അവിടെ 10th ഇയറിൽ കഴിയുകയാണ്. അപ്പം ആ ഒരു ഇൻഡെഫിനിറ്റ്, ആ ഒരു പീരിയഡ്, ആ ഒരു ലോങ്ങർ ടൈം ഫ്രെയിമിൽ നമ്മൾ ആ ഒരു അസറ്റിനെ എങ്ങനെ ബുക്സിൽ കാണിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡിപ്രിസിയേഷനിലൂടെ നമ്മൾ പറയുന്നത്. ഐ ഹോപ്പ് ദിസ് കോൺസെപ്റ്റ് ഇസ് ക്ലിയർ ബിക്കോസ് ഡിപ്രിസിയേഷൻ ഇസ് അനദർ കീ ടോപ്പിക് ദാറ്റ് കംസ് ഫോർ എക്സാംസ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് ഒത്തിരി ടെസ്റ്റ് ചെയ്ത് കണ്ടിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഡിപ്രിസിയേഷൻ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. സോ ദ ലാസ്റ്റ് വൺ, ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സിൽ ലാസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് ആണ്. അപ്പം ഇത് പറയാനാണെങ്കിൽ നമ്മുടെ ഗോയിങ് കൺസേണിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെ നമുക്ക് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് പറയാൻ പറ്റും. അതായത് റെഫേഴ്സ് ടു ദി സ്പാൻ ഓഫ് ടൈം. വാട്ട് ഈസ് അക്കൗണ്ടിങ് പീരിയഡ്? നമുക്കിപ്പോൾ ഒരു, ഞാനെൻ്റെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത എക്സാമ്പിൾ തന്നെ പറയാം. ഞാനൊരു 3 months അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി ഓർ ലൈക്ക് ഹാഫ് ഇയർലി ഒരു 6 monthsലത്തേക്ക് ഞാൻ എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തു. എല്ലാം ഫിനാൻഷ്യലി എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും ഡേറ്റാ സെറ്റ്സും എല്ലാം ഞാൻ വെൽ മെയിൻറ്റൈൻഡ് ആണ്. എൻ്റെ ഡേറ്റാ സെറ്റ്സ് ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വെച്ചിരിക്കുവാണ്. ബട്ട് ഇൻ ദ 7th month സംതിങ് ഹാപ്പൻഡ് ഓൾ ഓഫ് എ സഡൻ ദാറ്റ് ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒന്നും റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ചെയ്തതെല്ലാം വെയിനായി പോകുന്നു, ലൈക്ക് അത് ഒരു ഔട്ട്പുട്ടും ഇല്ലാതെ പോകുന്നു എന്ന് മാത്രമല്ല, വി ആർ നോട്ട് കംപ്ലൈയിങ് വിത്ത് ദ ലോസ്, വി ആർ നോട്ട് കംപ്ലൈയിങ് വിത്ത് ദ ലീഗൽ റിക്വയർമെന്റ്സ് ഓഫ് റണ്ണിങ് എ കമ്പനി ഓർ ടു കീപ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് ഏതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതാണ്? നമ്മുടെ ലീഗൽ റിക്വയർമെൻറ്റ്സുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് പറയുവാണെങ്കിൽ നമുക്കറിയാം, കമ്പനീസ് ആക്ട്, അമെൻഡഡ് കമ്പനീസ് ആക്ട് 2013 ആൻഡ് ഇൻകം ടാക്സ് റിക്വയർ ദാറ്റ് ദ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ആനുവലി അല്ലേ? അപ്പോൾ ആനുവൽ നമ്മളിപ്പോൾ ടാക്സ് ഫയലിങ്സ് ചെയ്യുന്നുണ്ട്. എല്ലാ ഇൻഡിവിജ്വൽസും എല്ലാ ഇൻകം ഏർണേഴ്സും we are doing the tax filing requirements every year. We should not miss out on that. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ലീഗൽ കംപ്ലയൻസിനകത്ത് വരുന്നതാണ് അല്ലേ? ഇപ്പോൾ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആണെങ്കിലും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിലും, ബി ഇറ്റ് എ പാർട്ട്ണർഷിപ്പ് ഓർ ബി ഇറ്റ് എ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സോ നമുക്ക് വി ഹാവ് ടു ലൈക്ക് കംപ്ലൈ വിത്ത് ദീസ് ലീഗൽ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ഷുഡ് ടേക്ക് എ യൂണിഫോം സ്പാൻ ഓഫ് ടൈം അല്ലേ? നമ്മളിപ്പം ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ അസർട്ടൈൻ ചെയ്യും, ഏത് പീരീഡിലത്തേക്കാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയാനാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് April 1 to March 31st ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലത്തേക്കാണ് നമ്മുടെ അക്കൗണ്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March എന്നായിരിക്കും നമ്മളവിടെ ടൈറ്റിൽ കൊടുക്കുന്നത്. ആസ് ഓൺ 31st March ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് കാർഡ് എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ആ ഒരു ദിവസം March 31st ഇപ്പോൾ കമ്പനി എക്സ് അല്ലെങ്കിൽ കമ്പനി എ അല്ലെങ്കിൽ കമ്പനി ബിയുടെ അസറ്റും ലയബിലിറ്റി പൊസിഷൻ എങ്ങനെയിരിക്കും, അവരുടെ ബാധ്യതകൾ എത്രയാണ്, അവരുടെ ബാക്കി സ്വത്ത് വകകൾ എത്രയാണ്, അസറ്റ്സിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് കാർഡാണ് നമുക്ക് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ആ ഒരു സ്പാൻ ഓഫ് ടൈം എത്രയാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 3 months ഉണ്ടാക്കി അടുത്ത 4 months ഉണ്ടാക്കിയില്ല, ഒരിക്കലും ദാറ്റ് വിൽ നോട്ട് കംപ്ലൈ വിത്ത് ദ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഓൾ ഓവർ ദ വേൾഡ്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ 4th ആൻഡ് ഫൈനൽ ബേസിക് ഫൗണ്ടേഷണൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓർ അസംഷൻ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നതിൽ. അപ്പോൾ ഐ ഹോപ്പ് ദീസ് കോൺസെപ്റ്റ്സ് ഹാവ് ബീൻ ക്ലിയർ. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് നോക്കിയതെന്ന് വിൽ ജസ്റ്റ് സമ്മറൈസ് ഇറ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, വി ആർ സീയിങ് the business and the owner as two separate entities, two separate living entities, and we are talking the accounts. We're talking accounts from the point of view of the business in the perspective. Like company perspective എന്നാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്, റൈറ്റ്? ആൻഡ് നോട്ട് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ ഓണർ. സോ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ആസ് ദി ഓണർ ഞാനിപ്പോൾ കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യാണ് കമ്പനിയിൽ നിന്ന്. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ ഇൻകം ഓർ ഫോർ മീ. ഐ ഹാവ് ടു റീപേ ടു ദ കമ്പനി. അത് എൻ്റെ ലയബിലിറ്റിയാണ്. ദാറ്റ്സ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരിക്കലും നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസും ഇൻകമും നമ്മുടെ കമ്പനി ഓർ ലൈക്ക് നമ്മുടെ ബിസിനസ് വെഞ്ചറിൻ്റെ ഫിനാൻഷ്യൽസുമായിട്ട് ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് വാട്ട് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ്. മണി മെഷർമെൻറ്റ് only record those transactions which can be expressed in monetary terms. As simple as that. Then the third one is going concern concept. Indefinite ആയിട്ടുള്ള ഒരു പീരിയഡ്, ഒരു ടൈം ഫ്രെയിമിനാണ്
നമ്മൾ വിത്തൗട്ട് ലിക്വിഡേഷൻ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് വെഞ്ചർ ഫോം ചെയ്യേണ്ടത്. അതനുസരിച്ച് വേണം വീൽ ഹാവ് ടു കീപ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ ട്രീറ്റ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ലൈക്ക് വൈസ്. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അടുത്തത് വരുന്നത് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. നമുക്ക് പറയാൻ പറ്റും ഒരു ഗോയിങ് കൺസേണിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് റെഫേഴ്സ് ടു ഇറ്റ് സിംപ്ലി ഗിവ്സ് ദ സ്പാൻ ഓഫ് ടൈം, അല്ലേ? ആ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആ ഒരു പീരിയഡിൻ്റെ ലെങ്ത് കാണിക്കുന്നതാണ് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. എത്ര മാസങ്ങൾ അല്ലെങ്കിൽ എത്ര ഇയർലി ആണോ ക്വാർട്ടർലി ആണോ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പം ഇറ്റ് ഷുഡ് കംപ്ലൈ വിത്ത് ദ ലീഗൽ റിക്വയർമെന്റ്സ്, അല്ലേ? വിച്ച് മീൻസ് ദാറ്റ് കമ്പനീസ് ആക്ട് പോലുള്ള അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പോലുള്ള നമ്മുടെ ലോസിന് കംപ്ലൈ ചെയ്യുന്ന ഒരു മെക്കാനിസം കൊണ്ടുവരുന്ന ഒരു കോൺസെപ്റ്റാണ് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. അപ്പം നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന എന്താണ്, ഓൾ ദീസ് ലോസ് എല്ലാം യൂണിവേഴ്സലാണ്, അല്ല? ഇതൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മാത്രം പറയുന്നതാണോ? ഒരിക്കലും അല്ല. ഈ ഒരു അക്കൗണ്ടിങ് അസംഷൻസ് യൂണിവേഴ്സലി നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ഇത് ഒരു ഏതൊരു അക്കൗണ്ടൻറ്റിൻ്റെയും ഒരു ഗൈഡിങ് ലൈറ്റ് ആണ് ഈ ഒരു ഏതൊരു അക്കൗണ്ടിങ് സ്റ്റുഡൻറ്റിൻ്റെയും ഗൈഡിങ് ലൈറ്റ് ആണ് ഈ ഒരു അക്കൗണ്ടിങ് ബേസിക് അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് പറയുന്നത്, ഈ 4 കോൺസെപ്റ്റ്സ്. സോ ഈ 4 കോൺസെപ്റ്റ്സും ക്ലിയർ ആണെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിൽ വരുന്ന കോപ്പറേറ്റീവ് എക്സാംസിന് നമുക്ക് മാർക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കീ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ഐ ഹവ് ഗോൺ ത്രൂ the analysis of past papers and I could see the weightage that these concepts ന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് തരുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ 4 കോൺസെപ്റ്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ലെറ്റ്സ് ലുക്ക് ഇൻ ടു സം PYQs, റൈറ്റ്? അപ്പോൾ എന്തെങ്കിലും ക്വയറീസോ കമൻസോ കൺസേൺസോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഡ്രോപ്പ് എ കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. We'll be responding as quickly as possible. So, this is a PYQ 2022. ഇതിൽ വരുന്ന എക്സാമിൻ്റെ നമ്മുടെ PSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് we have selected. So this is the question. When a sole proprietor decided to use same bank account for his business as well as personal affairs, the dash accounting principle is violated. നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത 4 ടോപ്പിക്സിലുള്ള ഒരു സിമ്പിൾ ആൻഡ് ഡിറക്റ്റ് ആയിട്ടുള്ള നമുക്ക് മാർക്ക് കിട്ടാവുന്ന ഒരു ചോദ്യം തന്നെയാണ്, റൈറ്റ്? ഇഫ് യു ആർ ക്ലിയർ ഓഫ് ദ കോൺസെപ്റ്റ് വി ക്യാൻ ഡെഫിനറ്റ്ലി ഫെച്ച് ദ മാർക്ക് ഇൻ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ഗോയിങ് കൺസേൺ, സെക്കൻഡ് ഓപ്ഷൻ ഇസ് എൻറ്റിറ്റി, തേർഡ് വൺ ഇസ് ഒബ്ജക്ടിവിറ്റി, ഫോർത്ത് വൺ ഇസ് മെറ്റീരിയാലിറ്റി. നമ്മൾ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഡെഫിനറ്റ്ലി ഓപ്ഷൻ ബി, എൻറ്റിറ്റി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് ഇത്രയും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈവൻ റീസെൻ്റ് ആയിട്ട് പോലും, അതായത് 2022 പോലും PSC ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം നമ്മുടെ കൂടെ ലൈക്ക് ലെറ്റ്സ് ജോയിൻ ഇൻ ദിസ് ജേർണി ആൻഡ് നമ്മുടെ കോൺസെപ്റ്റ്സ്, ബേസിക് കോൺസെപ്റ്റ്സും ഫൗണ്ടേഷനും നമ്മൾ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് വിതിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, റൈറ്റ്? അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ മീനിങ് നമ്മൾ പറയുവാണെങ്കിൽ ഇറ്റ്സ് എ ഡിറക്റ്റ് വൺ, റൈറ്റ്? സോൾ പ്രൊപ്രൈറ്റർ, ഓണർ, ഒരാളാണ് ഓണർ ആയിട്ടുള്ളത് ആ ഒരു ബിസിനസ് വെഞ്ചറിൻ്റെ. ഇഫ് ഹി ഓർ ഷീ ഡിസൈഡ്സ് ടു യൂസ് അയാളുടെ സെയിം ബാങ്ക് അക്കൗണ്ട് ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഇൻകം എക്സ്പെൻഡിച്ചറും ബിസിനസ്സിൻ്റെ ഇൻകം എക്സ്പെൻഡിച്ചറും കൂടി ഇറ്റ് വിൽ ബി ഇന്റർലിങ്ക്ഡ്, റൈറ്റ്? പേഴ്സണൽ അഫയേഴ്സിനും പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിനും ഒരേ ബാങ്ക് അക്കൗണ്ടാണ് ഹി ഈസ് മെയിൻറ്റെയിനിങ്. അപ്പോൾ അത് ഏത് പ്രിൻസിപ്പിളാണ് വയലേറ്റ് ചെയ്യുന്നത്? എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. ബിക്കോസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബിസിനസ്സിനെയും ഓണറിനെയും 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം അക്കൗണ്ടിങ് ബുക്സിൽ എന്നാണ് പറയുന്നത് നമ്മുടെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ 2022 ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ ബി, എൻറ്റിറ്റി, വിച്ച് ഇസ് എ ഡയറക്റ്റ് ഹിറ്റ് വി ക്യാൻ ഗെറ്റ്. ഓക്കെ, അനദർ വൺ ഫ്രം 2023, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് CSCBയുടെ. വൺ ഓഫ് ദ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ ഈസ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അസംഷൻ എന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പം വൺ ഓഫ് ദ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ ഇസ് ഡാഷ് ഇസ് ബ്ലാങ്ക്. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. വൺ ഇസ് മെറ്റീരിയാലിറ്റി, സെക്കൻഡ് ഇസ് ഡ്യുവൽ ആസ്പെക്ട്, തേർഡ് ഇസ് ഗോയിങ് കൺസേൺ ആൻഡ് ഫോർത്ത് ഇസ് കൺസിസ്റ്റൻസി. നമ്മൾ പഠിച്ച 4 എണ്ണം ഉണ്ട്, ഇതിനകത്ത് ഒരെണ്ണമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയാലിറ്റി, ഡ്യുവൽ ആസ്പെക്ട്, കൺസിസ്റ്റൻസി ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഗോയിങ് കൺസേൺ ആണ് ഇതിൻ്റെ സൊല്യൂഷൻ. സോ you can see that if we are very clear of the concept, the basic fundamental accounting concepts and assumptions, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വിതിൻ എ സെക്കൻഡ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലേ? അപ്പോൾ ഇത് നമുക്ക് വളരെ ക്ലിയർ ആണ്, ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യങ്ങളുടെ ഒരു സീരീസ് ആണ് നമ്മൾ കാണുന്നത്. സോ ഗോയിങ് കൺസേൺ ആണ് ആൻസർ വരുന്നത്. The last PYQ in this session is this one.
accounting period concept is closely related with blank. With which concept? The 2020 CSEB ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. Accounting period concept is closely related with dash concept. With which concept? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. Entity, materiality, cost, going concern. നമ്മൾ ഗോയിങ് കൺസേണും അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. രണ്ടും ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്നതാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ വി ജസ്റ്റ് സോ റൈറ്റ്. എന്തുകൊണ്ടാണ് ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈം ആസ് വെൽ എസ് അക്കൗണ്ടിങ് പീരിയഡ് ഇസ് ദാറ്റ് സ്പാൻ ഓഫ് പീരിയഡ് വിത്തിൻ വിച്ച് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതും പ്രസൻറ്റ് ചെയ്യേണ്ടതും ഉള്ളതായിട്ടുള്ളൂ. അപ്പം ഡെഫിനറ്റ്ലി ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ വിൽ ബി ഡി, ഗോയിങ് കൺസേൺ. അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏത് കോൺസെപ്റ്റിലാണ്? എൻറ്റിറ്റിയിലാണോ? അല്ല. മെറ്റീരിയാലിറ്റി ആണോ? അല്ല. കോസ്റ്റ് ആണോ? അല്ല. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിലാണ്. സോ യു ക്യാൻ സീ ദാറ്റ് വിതിൻ എ സെക്കൻഡ് നമുക്ക് ഈ ഒരു 4 അസംഷൻസ് അറിയുന്നതിലൂടെ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാസ്റ്റ് ഇയർ പേപ്പേഴ്സിൽ നിന്ന് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കിട്ടുന്നത്. സോ വിച്ച് മീൻസ് ദാറ്റ് മോർ മാർക്സ് നമ്മുടെ ഹയർ പോസിബിലിറ്റീസ് ഓഫ് മേക്കിംഗ് ഇൻ ദ റാങ്ക് ലിസ്റ്റ്. സോ this was our session and I hope this has been a very useful and productive session for you. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു പുട്ട് ഇൻ ദ കമൻറ്റ്സ്. ആസ് ഐ മെൻഷൻഡ്, എന്തുണ്ടെങ്കിലും നമ്മൾ ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ KAS മെന്ററിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മളുടെ സ്റ്റുഡൻസിൽ 5-ൽ ഒരാൾക്ക് ഗവൺമെൻറ് സർവീസിലേക്ക് എത്തിച്ച ഒരു ലെഗസിയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിലാണെങ്കിലും നമുക്ക് 73 out of 105 ഓഫീസേഴ്സിന് നമുക്ക് ഒഫീഷ്യലി എത്തിക്കാൻ ഓഫീസേഴ്സ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ലിസ്റ്റിലേക്ക് ഇടം നേടിയ ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ലെഗസി നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. സോ പ്ലീസ് എൻറോൾ, പ്ലീസ് ജോയിൻ us to continue this legacy and make it into the rank list. And കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ എക്സാം എന്ന് പറയുന്നത് ഒരു വളരെ യുണീക്ക് ആൻഡ് ഗോൾഡൻ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് 60% അബവ് മാർക്സ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ആർക്കും വേണോ, ഏതൊരു ജേർണലിസ്റ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. സോ പ്ലീസ് എൻറോൾ ടു എ ബാച്ച്. ആൻഡ് ഓൾസോ നമ്മുടെ ബാച്ച് ജനുവരി 17 സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ജനുവരി 17 സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് വിൽ ബി ഗിവിങ്. താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ലിങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. ഓർ ലൈക്ക് കോൺടാക്ട് നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. സോ I just hope that this session has been useful. And ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ please do like and comment. And also ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ just please subscribe also. And for updates and notifications. And നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും we'll be giving below. So എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റ്സിനോ കൺഫർമേഷൻസിനോ ക്വയറീസിനോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് you can actually visit the channel through the link. So thank you so much. See you soon. Thank you.